മലയാളികൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയാണ് കഴിഞ്ഞ വാരങ്ങളിലുണ്ടായത്. ഒരേ സമയം ഭൂമിയും ആകാശവും കീഴടക്കാൻ മോദി തയ്യാറെടുത്തിരിക്കുന്നു. ഭാരതം മഹാരാഷ്ട്രയിൽ 6 കിലോമീറ്റർ ഭൂമിയിലേക്ക് കുഴിക്കുന്നത് എന്തിന്? ഇതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായതിൻ്റെ 1-ാം വാർഷിക ദിനം മുതൽ ഓഗസ്റ്റ് 23 ഭാരതീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ മോദി ഗവൺമെൻറ് തീരുമാനിച്ചത് പലരും അറിഞ്ഞു കാണും. എന്നാൽ അതിനും 2 ദിവസം മുമ്പ് ആകാശം കീഴടക്കാൻ ISRO അയച്ച ഉപഗ്രഹത്തെക്കുറിച്ചും 8 മാസം മുമ്പ് ഭൂമിയുടെ ഉള്ളറകൾ കീറിമുറിച്ച് പരിശോധിക്കാൻ 6 കിലോമീറ്റർ ഭൂമിയിലേക്ക് കുഴിച്ചുള്ള പരീക്ഷണം ഭാരതം മഹാരാഷ്ട്രയിൽ തുടങ്ങിയതും എത്ര പേർ അറിഞ്ഞിട്ടുണ്ട്? നമ്മളെല്ലാവരും ചർച്ച ചെയ്തിരുന്നതാണല്ലോ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചന സിസ്റ്റം ഭാരതത്തിനുണ്ട് എന്നുള്ള അമിത്ഷായുടെ പാർലമെൻറ്റിലെ പ്രസ്താവന. സുനാമിയും ഉരുൾപൊട്ടലും ചുഴലിക്കാറ്റും പേമാരിയും മിന്നലും പ്രളയവും ന്യൂനമർദ്ദവുമൊക്കെ ഏതാണ്ട് 3 മുതൽ 7 ദിവസം മുമ്പേ മനസ്സിലാക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചന സിസ്റ്റം കൈവശമുള്ള 4 രാജ്യങ്ങളിൽ ഒന്ന് ഭാരതമാണ് എന്നായിരുന്നു ആ പ്രസ്താവനയുടെ ചുരുക്കം. എന്നാൽ ഇപ്പോഴും ലോകത്തിന് പ്രവചിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ദുരന്തമാണ് ഭൂകമ്പം. ഭൂമികുലുക്കം മുൻകൂട്ടി അറിയാൻ ഭൂമിക്ക് ഉള്ളിലേക്കുള്ള പഠനം വിപുലീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് മഹാരാഷ്ട്രയിലെ കൊയ്ന ജില്ലയിൽ 6 കിലോമീറ്റർ ഭൂമിക്കുള്ളിലേക്ക് കുഴിക്കുന്ന ഒരു പ്രോജക്റ്റ് മോദി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3.5 കിലോമീറ്റർ അധികം ഡ്രില്ലിംഗ് പൂർത്തിയാക്കിയതായാണ് ലഭിക്കുന്ന വിവരം. അമേരിക്കയും റഷ്യയും ജർമ്മനിയും 90കളിൽ ഇത്തരം പഠനം ആരംഭിച്ചിരുന്നു. ഈ ഗണത്തിൽ വരുന്ന 4ാമത്തെ രാജ്യമായ ചൈന 2023 ഭൂമി കുഴിച്ചുള്ള അവരുടെ പ്രോജക്റ്റും തുടങ്ങിയിരുന്നു. ഭൂമിക്കുള്ളിലേക്ക് എത്രത്തോളം കുഴിച്ച് പരിശോധിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രപഞ്ചത്തിൻ്റെ ചരിത്രവും ഭൂമികുലുക്കത്തിൻ്റെ സാധ്യതകളും മാത്രമല്ല, ഭൂമിക്ക് അടിയിലുള്ള ധാതുക്കളെക്കുറിച്ചുള്ള പഠനം കൂടിയാണ് ഈ പ്രോജക്റ്റുകളുടെ എല്ലാം ലക്ഷ്യം. മഹാരാഷ്ട്രയിലെ കൊയ്ന തന്നെ ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കാനുള്ള കാരണം നോക്കിയാൽ അത് കേരളത്തെയും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ കൊയ്ന ഡാം 1962 കമ്മീഷൻ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയത്. ഏതാണ്ട് 50 കിലോമീറ്ററോളമാണ് ഈ ഡാമിൻ്റെ റിസർവോയർ പരിധി. ഈ ഡാമിൻ്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം തുടർച്ചയായ ഭൂചലനങ്ങൾ ആ മേഖലയിൽ അനുഭവപ്പെടുന്നത് ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. മഴ ശക്തമാകുന്ന സമയങ്ങളിൽ ഭൂമിക്കടിയിലേക്ക് വെള്ളമിറങ്ങി അതിൻ്റെ സമ്മർദ്ദം ഭൂകമ്പ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രാഥമികമായ പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഭാരതം ചെയ്യുന്ന ഈ 6 കിലോമീറ്റർ ഭൂമിയിലേക്ക് കുഴിച്ചുള്ള പ്രൊജക്റ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഭൂകമ്പ സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആദ്യത്തെ 3.5 കിലോമീറ്റർ തന്നെ പൂർത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് 24 മണിക്കൂറും തുടർച്ചയായ ജോലികൾ ചെയ്തിട്ടും 8 മാസമാണ് 3 കിലോമീറ്റർ പൂർത്തിയാക്കാൻ തന്നെ എടുത്തത്. എന്നാൽ ഇനിയുള്ള 3 കിലോമീറ്റർ ഡ്രില്ലിങ് അതീവ ദുഷ്കരമായ ജോലിയാണ്. ഭൂമിക്കുള്ളിലേക്ക് പോകുന്തോറും അതീവ കട്ടിയേറിയ പാറകൾ ഡ്രില്ല് ചെയ്യുന്ന മെഷീൻ പോലും തകരാറിലാക്കാൻ ശേഷിയുള്ളതാണ്. ആദ്യത്തെ 1.5 കിലോമീറ്റർ ഡ്രില്ലിംഗ് പൂർത്തിയാക്കിയപ്പോൾ തന്നെ 65 മില്യൺ വർഷം പഴക്കമുള്ള ഡെക്കാൻ ലാവ ഫ്ലോ കണ്ടെത്തിയെന്നാണ് ഗവേഷണ സംഘം പറയുന്നത്. അതിന് താഴേക്ക് 2500 മില്യൺ വർഷം പഴക്കം ചെന്ന ഗ്രാനൈറ്റ് പാറകളാണ് ഉണ്ടായിരുന്നത്. ഇത്തരം ധാതുശേഖരങ്ങളും ഈ ഗവേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ പൂർത്തിയാക്കിയ 3 കിലോമീറ്റർ താഴെയും ജലമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും 3 കിലോമീറ്റർ 130 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടായിരിക്കുമെന്നും മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്കുള്ള ഖനനത്തിന് പുതിയ മെഷീനുകളും എക്യുപ്മെൻറ്റും ആവശ്യമുണ്ട്. എന്നാൽ ചൈന നടത്തുന്ന ഇതേ പ്രൊജക്റ്റ് 10 കിലോമീറ്റർ ആഴത്തിലേക്ക് ലക്ഷ്യം വെച്ചാണെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഷിജിയാങ്ങിൽ 2023 തുടങ്ങിയ പ്രോജക്റ്റ് പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം 5 കിലോമീറ്റർ ഭൂമിയിലേക്കുള്ള ഡ്രില്ലിംഗ് ചൈന പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതേസമയം തന്നെയാണ് ഭാരതം പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ഭൗമ നിരീക്ഷണ പഠനങ്ങൾക്കായി EOS-08 എന്ന ഉപഗ്രഹം ISRO സ്വാതന്ത്ര്യദിനത്തിൻ്റെ പിറ്റേ ദിവസം ഓഗസ്റ്റ് 16 ബഹിരാകാശത്തേക്ക് അയച്ചത്. ഒരേ സമയം ഭൂമിയും ആകാശവും കീഴടക്കാനുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായി മോദിയുടെ ഭാരതം ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണത്തിന് പുത്തൻ കാൽവെപ്പായി SSLV-D3 വിക്ഷേപണം. ഇന്ത്യയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-08 ISRO വിജയകരമായി വിക്ഷേപിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ഉപഗ്രഹത്തെ വഹിക്കുന്നത് SSLV-D3 റോക്കറ്റാണ്. ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SSLV-യുടെ 3ാമത്തെ പരീക്ഷണമാണ് ഇതിലൂടെ വിജയകരമായത്. മൈക്രോ, മിനി, നാനോ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയും ഇതിലൂടെ തെളിയിക്കപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ദുരന്ത നിരീക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങി പ്രകൃതിയിലെ മാറ്റങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഉപഗ്രഹം പങ്കുവയ്ക്കും. ദൗത്യ കാലാവധി 1 വർഷമാണ്. ചെന്നൈ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പാണ് സ്പേസ് റിക്ഷ എന്ന വിശേഷണമുള്ള SR0 ചെറു ഉപഗ്രഹം നിർമ്മിച്ചത്. SSLV-D1, D2, D3 എന്നിവയുടെ വിജയം ബഹിരാകാശത്ത് പുതിയ വഴികൾ തേടാനുള്ള ISROയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി ഇസ്രോ ചെയർമാൻ സോംനാഥ് പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് വിക്ഷേപണ വാഹനത്തിന്റെ സാങ്കേതിക വിദ്യ ISRO ശാസ്ത്രജ്ഞരുടെ സംഘം വികസിപ്പിച്ചെടുത്തതെന്നും അദ്ദേഹം അറിയിച്ചു. Third development flight of SSLV-D3 with the EOS-08 satellite
has been successfully accomplished. The rocket has placed the spacecraft in the very precise orbit as planned. I find that there are no deviations in the injection conditions. The final orbit, of course, will be known after tracking, but the current indication is that everything is perfect. The EOS-08 satellite as well as SR-0 satellite also has been injected after the maneuvers. And congratulations to the SSLV D3 team, the project team. With this third development flight of SSLV, we can declare the development process of SSLV is completed. And congratulations now. ചെറു ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം കുറഞ്ഞ ചെലവിൽ നിർവഹിക്കാൻ SSLV-യിലൂടെ സാധിക്കും. 500 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ വഹിക്കാൻ സാധിക്കുന്ന റോക്കറ്റാണ് SSLV D3. ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ്, ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, റിഫ്ലക്ടോമെട്രി, സിക് UV ഡോസിമീറ്റർ എന്നിവയാണ് പേലോഡുകൾ.